രണ്ടാമത്തെ പ്രകാശന കർമ്മം നിർവഹിച്ച മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് സാഹിബ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സദസ്സിലും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും. ഞാനൊരു സാധാരണ കച്ചവടക്കാരൻ മാത്രമാണ്, ഒരു പ്രാസംഗികനല്ല, പണ്ഡിതനുമല്ല. എൻ്റെ സംസാരത്തിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ കോഴിക്കോടും പരിസരവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ SLRCക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 36 വർഷം അതിൻ്റെ ചരിത്രമാണ് പ്രകാശനം ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാർ, എനിക്കറിയാവുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ, ഈ പഠനത്തിൽ കൂടി വലിയ മാറ്റം കോഴിക്കോടും പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു നഗരങ്ങളിൽ, ഒരുപാട് നഗരങ്ങളിലൊക്കെ പോയി ഒരുപാട് ബിസിനസ് സംസാരിക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഒരു കൾച്ചർ, സേവനം ചെയ്യാനുള്ള, പരസ്പരം സ്നേഹിക്കാനുള്ള ഒരുപാട് സർവീസ് ഇൻഡസ്ട്രീസ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ അംഗീകാരവും അതിനെല്ലാവരും മുന്നിട്ടിറങ്ങുന്ന, എവിടെയും നോക്കിയാൽ കോഴിക്കോട് ഒരു മാതൃകയാണ്. ഇന്ത്യക്ക് ആകമാനെ, ലോകത്തിലാകമാനെ മാതൃകയാകുന്ന രീതിയിലാണ് കോഴിക്കോടിൻ്റെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനുണ്ടായത്, അങ്ങനെ സാധിക്കുന്നത് SLRC പോലത്തെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ. എനിക്കറിയാം, അബ്ദുൽ ലത്തീഫ് മൗലവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഞാൻ ഒരു കാലഘട്ടത്തിൽ ജയിൽ റോഡ് പള്ളിയിൽ സ്ഥിരമായിട്ട് വന്നിരുന്നു. അതുപോലെ 90കളിലെ ആദ്യഘട്ടത്തിൽ വി മുഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ MSS പള്ളിയിൽ കൂടാറുണ്ടായി, ഞാൻ NK മുഹമ്മദ് അലിയൊക്കെ. ആ സമയത്താണ് എനിക്ക് പ്രചോദനം കണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ ഞാൻ ബിസിനസ്സിനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പഠിപ്പിച്ച് തന്നു, പറഞ്ഞു തന്നു, കച്ചവടത്തിൽ പുലർത്തേണ്ട സത്യങ്ങളെങ്ങനെ, കൃത്യങ്ങളെങ്ങനെ, അതിൻ്റെ കംപ്ലീറ്റ് രീതികളും മറ്റും പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ആൾക്കാരടുത്ത് ഫണ്ട് വാങ്ങിയിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത്, അവർക്കെല്ലാം ബെനിഫിറ്റ് ഉണ്ടാവും, നിങ്ങൾക്കും ഭാവിയിലേക്ക് അവർക്കെല്ലാം പഠിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണ് 99 അദ്ദേഹവും അടക്കം ട്രസ്റ്റി ആയിക്കൊണ്ട് ഞങ്ങൾ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൽ കൂടി ലാഭത്തിൻ്റെ ഒരു നിശ്ചിത വീതം മാറ്റി വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ 5% മാറ്റിവെച്ചു. ഈ കാലം അത്രയും വലിയ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അതൊക്കെ ഒരു പഠനമാണ്, ഒരു പ്രോത്സാഹനമാണ്. ഇതിലൊക്കെ പഠിപ്പിച്ച് ഇതിലൊക്കെ വിശ്വാസം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു വർഷത്തിൽ 100-100 കോടി റുപ്യ ഞങ്ങൾക്ക് ഈ സുഖമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത് അന്ന് അദ്ദേഹം തന്ന പ്രചോദനമാണ്. വി മുഹമ്മദ് സാഹിബ് പറഞ്ഞു, ട്രസ്റ്റ് ഉണ്ടാക്കി, എന്നാലാണ് ഇത് നിലനിന്നുള്ളൂ. അത് ലാഭത്തിൻ്റെ വിഹിതം കൊടുത്താൽ മതി. അങ്ങനെ 5% ലാഭത്തിൻ്റെ മാറ്റിവെച്ചു. ജോയിൻ ചെയ്യാൻ വന്ന എല്ലാ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ ആദ്യമേ അത് കമ്മിറ്റ്മെൻ്റായിട്ട് പറഞ്ഞു. അതെല്ലാവരും അംഗീകരിച്ചു. ഞാനിത് ഇവിടെ സംസാരിക്കുന്നത് ഇതെല്ലാവർക്കും, പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രം നോക്കുമ്പോൾ ഒരു കാര്യത്തിന് ഫണ്ട് പാസ്സാക്കാൻ വലിയ പാടാണ്. ഇത് മാറ്റിവെക്കപ്പെട്ട ഫണ്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇന്ന് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഏറ്റെടുക്കുന്നത് ഹങ്കർ ഫ്രീ വേൾഡാണ്. ലോകത്തെ വിശപ്പില്ലാത്ത ലോകം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആഫ്രിക്കൻ കൺട്രീസിലും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും ബീഹാറിലൊക്കെ പോയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഒരുപാട് കുട്ടികളും സ്ത്രീകളും വിശന്ന് ഉറങ്ങുന്നുണ്ട്. UP-യിൽ, ജാർഖണ്ഡിൽ എന്ന് വേണ്ട, ബംഗാൾ, ഈ നോർത്തിൽ ചെന്നാൽ ഒരുപാടുണ്ട്. കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. തമിഴ്നാടും കുറച്ചുണ്ട്. കർണാടക, സൗത്ത് ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. നോർത്തിലേക്ക് എത്തുന്തോറും ദാരിദ്ര്യം വളരെ കൂടുതലാണ്. ലോകത്ത് 80 കോടി ജനസംഖ്യ, എൻ്റെ കണക്കല്ല, UN കണക്കാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിശന്ന് കിടന്നുറങ്ങുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ഭക്ഷണം ആർഭാടമായി കളയുന്നവരാണ്. അപ്പം ഭക്ഷണത്തിനൊക്കെ കുറച്ച് ആർഭാടം ഒഴിവാക്കാതെ എല്ലാവർക്കും എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്കുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഈ അമ്മമാർക്കറിയാം. ഒരു ഭർത്താവിന് കിട്ടും. അങ്ങനെ ഈ വിശന്ന് കഴിക്കുന്ന ഒരുപാട് ലോകത്ത് 80 കോടി ജനസംഖ്യ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് സത്യം. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആധുനികത ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് റോബോട്ടുകളും AI ഒക്കെ വന്നിട്ട് ടെക്നോളജികളൊക്കെ വലിയ രീതിയിൽ വളർന്നു. ലോകത്ത് എവിടെ ഏത് സമയത്ത് കാര്യങ്ങൾ അതാ സമയത്ത് നമുക്ക് ഇരുന്ന സ്ഥലത്ത് അറിയാൻ പറ്റും. ഏത് കാര്യങ്ങളും ഓപ്പറേഷൻ വരെ റോബോട്ടുകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർ മുസ്തഫ ഉണ്ട്, അങ്ങോട്ട് നോക്കിയതാണ്. റോബോട്ട് ആണെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നത് AI വെച്ചിട്ട്. അത്തരം കാര്യങ്ങൾ വരെ എത്തി. എന്നിട്ടും ഇന്ന് ഒരു നേരത്തെ വിശപ്പ് അടുക്കാൻ പറ്റാതെ വിശന്ന് ഉറങ്ങുന്ന കുട്ടികളും സ്ത്രീകളും, അവരെ മിസ്യൂസ് ചെയ്യുന്ന ഡ്രഗ് മാഫിയകളും സെക്സ് മാഫിയ എന്ന് വേണ്ട ബഗേഴ്സ് മാഫിയ, വല മാഫിയകളും ഇവരെ മിസ്യൂസ് ചെയ്യണം. അതും വൻ നഗരങ്ങളിൽ, ബോംബെ, കൽക്കത്ത, ഡൽഹി നഗരങ്ങൾ വലിയ ഫ്ലൈ ഓവർ വന്നാൽ ഏറ്റവും സന്തോഷമാണ്. അങ്ങനെ അതിനുള്ളിലൊക്കെ താമസിക്കാൻ സൗകര്യമാണ്. അതിനുള്ള ഓവുചാല് വരുമ്പോൾ അത് സന്തോഷമാണ്, അവിടെ പോയി കിടക്കാറ്.
അപ്പോൾ അത്ര പോലും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇന്ന് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഗ്രാമങ്ങളിൽ തൊഴിലില്ല, ഭക്ഷണമില്ല, കൃഷി ഇന്ന് ലാഭകരമല്ല. അപ്പോൾ പല കാരണവശാലും ഈ ഒരു കാലഘട്ടത്തിൽ SLRC പോലത്തുള്ള സാമൂഹ്യ ബോധം ആൾക്കാർ ഉള്ളിൽ വരികയും അത് പഠനത്തോടൊപ്പം തന്നെ മതത്തിൽ തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കുവാനാണ്. യാതൊരു തീവ്രവാദവും ഇല്ല. വെറുതെ പറഞ്ഞ് ആൾക്കാർ തീവ്രവാദമാക്കിയാണ്. ഒരു തീവ്രവാദം ഒരു മതത്തിലും ഇല്ല. തീവ്രവാദം അത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. തീവ്രവാദം ഒന്നുമില്ല. കാരണം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും പരസ്പരം സഹകരിക്കാനും പഠിപ്പിക്കുന്ന മതം. അത് നന്നായി പഠിക്കുക, നല്ല രീതിയിൽ പ്രവർത്തികമാക്കുക, ജീവിതത്തിൽ പകർത്തുക. ഇതിന് ഒരുപാട് ഉപകാരപ്രദമായ ഒരു സംഭാവനയാണ് SLRC ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 36 വർഷം ഇത് നിലനിന്നു. 36 വർഷവും എനിക്ക് ഇവിടെ പഠിച്ച ഒരുപാട് ആൾക്കാർ അറിയാം. ഉമ്മർകുട്ടിയൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഉമ്മർകുട്ടിയൊക്കെ 10-25 വർഷമായിട്ട് മിനിമം ഉമ്മർകുട്ടിയൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ കാര്യമൊക്കെ ഉമ്മർട്ടിനെ ഏൽപ്പിച്ചേക്കുന്നു പറയും. അത്ര ട്രസ്റ്റാണ്. കാരണം അവർക്കത് ഉള്ളിൽ നിന്ന് അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് ആൾക്കാരെ വളർത്തിയെടുക്കുന്നതിൽ മമ്മാലിക്ക് എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും അവരൊക്കെ വളരെയധികം ഒരുപാട് മതം പഠിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഒരുപാട് എനിക്ക് പരിചയമുള്ള, ഞാൻ പറയുന്നില്ല, ഒരുപാട് പരിചയവും ബന്ധമുള്ള ആൾക്കാർ SLRC കൂടി പഠിക്കുന്നു. അതിൽ കൂടി ഒരുപാട് മാറ്റം വരുന്നു. അത് ജീവിതത്തിൽ പകർത്തുന്നു. അതുപോലെ നമ്മുടെ നാടിനും കോഴിക്കോട് ഇന്ന് നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി ചെറിയ സ്ഥലമൊന്നുമല്ല. വെളിയിൽ എവിടെ നോക്കിയാലും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് സോഷ്യൽ വർക്കുകൾ, അത് ജാതി മത ഭേദമന്യേ, യാതൊരു വർഗീയതയില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ ബാക്കി വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ കോഴിക്കോടൊന്നുമില്ല. കോഴിക്കോട് വളരെ സന്തോഷകരമാണ്, വളരെ നല്ല സ്ഥലമാണ്. മറ്റ് ടയർ 1, ടയർ 2, ടയർ 3 സിറ്റികളൊക്കെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. കാരണം റീറ്റെയിൽ പോകുമ്പോൾ അവിടുത്തെ എത്ര ആളുണ്ട്, ഏത് മതമാണ്, ഏത് ജാതിയാണ്, എന്തൊക്കെയാണ് ഒരു സ്ഥിതി, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം, ഇതൊക്കെ ഡീറ്റെയിൽ പഠിച്ചിട്ടാണ് ഞങ്ങൾ റീറ്റെയിൽ ലോകത്ത് മൊത്തം പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചതിൽ കോഴിക്കോട് വളരെ നല്ല സ്ഥലമാണ്, നല്ല പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണക്കാർ നിങ്ങളൊക്കെ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചോൻ റഹ്മത്ത് തരട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.